ഇന്ത്യ 13,500 കോടി രൂപയ്ക്ക് 12 സുഖോയ് 30 MKI വിമാനങ്ങൾ കൂടി അഡീഷണലായി വാങ്ങുന്നു. ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം നിർമ്മാണം ഇന്ത്യയിൽ തന്നെയാണ്. HALന്റെ നാസിക് പ്ലാന്റിൽ. തദ്ദേശീയ ഘടകങ്ങൾ, അതായത് 62% പാർട്ടുകളും തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണ്. അത് ഇന്ത്യയിലെ മറ്റ് സ്വകാര്യ സർക്കാർ കമ്പനികൾക്കും ഗുണം ചെയ്യും. അതിപ്പോൾ സുഖോയ് ആയാലും ISROയുടേതായാലും അവർക്ക് ആവശ്യമായ പല ഘടകങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതും അസംബിൾ ചെയ്യുന്നതും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളുമാണ്. അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾക്ക് ഗുണം ചെയ്യും. 272 സുഖോയ് വിമാനങ്ങളാണ് ഇതുവരെ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അതിൽ കുറച്ചെണ്ണം അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 259 സുഖോയ് വിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇതുവരെ ഇന്ത്യ വാങ്ങിയതിൽ 50 സുഖോയ് വിമാനങ്ങൾ റഷ്യയിൽ നിർമ്മിച്ചതും ബാക്കി 222 എണ്ണം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതുമാണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുഖോയ് 30 വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. തന്നെ 40 വിമാനങ്ങൾക്കാണ് നമ്മുടെ സ്വന്തം സൂപ്പർസോണിക് മിസൈലായ ബ്രഹ്മോസ് വഹിക്കാൻ കഴിയുന്നത്. കൂടുതൽ വിമാനങ്ങളിൽ ബ്രഹ്മോസ് ഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ചൈനയുടെയും പാകിസ്ഥാന്റെയും പേടി സ്വപ്നമാണ് ഈ സുഖോയ് 30 MKI പ്ലസ് ബ്രഹ്മോസ് കോമ്പിനേഷൻ. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച മെനൂവറബിലിറ്റി ഉള്ള വിമാനമാണ് ഈ സുഖോയ് 30 MKI, അതായത് ത്രസ്റ്റ് വെക്ടറിംഗ് ടെക്നോളജി. ഈ ത്രസ്റ്റ് വെക്ടറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഈ വിമാനത്തിന് വളരെ ഷാർപ്പായിട്ടുള്ള മെനൂവറിംഗ് നടത്താൻ പറ്റും. അതായത് ഇതിൻ്റെ പ്രശസ്തമായ കോബ്ര മെനൂവറിംഗ് അല്ലെങ്കിൽ ജെ ഷേപ്പ് മെനൂവറിംഗ്. നിമിഷ നേരം കൊണ്ട് സൂപ്പർസോണിക് മാക് 2 വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ വിമാനത്തിന് 90 ഡിഗ്രി മുകളിലേക്ക് ഉയരാൻ കഴിയും. അതായത് കുത്തനെ മുകളിലേക്ക് പോകാൻ കഴിയും. അതുപോലെ കുത്തനെ മുകളിലേക്ക് പോയ ശേഷം പെട്ടെന്ന് തന്നെ അതിൻ്റെ നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വരാനും കഴിയും. അതായത് പത്തി വിടർത്തി നിൽക്കുന്ന മൂർഖൻ പാമ്പിൻ്റെ അതേ ഷേപ്പിലോ അല്ലെങ്കിൽ ജെയുടെ ഷേപ്പിലോ വളരെ വേഗം മുകളിലേക്ക് പോയതിനു ശേഷം തിരിച്ച് ലെവലിലേക്ക് വരാൻ പറ്റും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ശത്രു വിമാനത്തിൻ്റെ റഡാർ സുഖോയ് 30 MKIയെ ലോക്ക് ചെയ്താൽ ഈ രീതിയിലുള്ള മെനൂവറിങ്ങിലൂടെ ആ ലോക്ക് ഭേദിക്കാൻ കഴിയും. അതായത് ശത്രുവിമാനത്തിന് നേരെ മിസൈൽ പ്രയോഗിക്കുന്നതിന് മുൻപ് റഡാർ ശത്രുവിമാനത്തെ കണ്ടെത്തി മിസൈലിൻ്റെ ടാർജറ്റായി ലോക്ക് ചെയ്യുന്നു. അതായത് സുഖോയ് വിമാനം ഇങ്ങനെ മിസൈലിൻ്റെ ടാർജറ്റായി ലോക്ക് ചെയ്യപ്പെട്ടാൽ വളരെ ഷാർപ്പായിട്ടുള്ള മെനൂവറിങ്ങിലൂടെ ഈ റഡാർ ലോക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. യുദ്ധവിമാനങ്ങളുടെ യുദ്ധതന്ത്രങ്ങളിൽ ഡോഗ് ഫൈറ്റ് എന്നൊരു ടേമുണ്ട്. ചേസിങ്ങും ആക്രമണവും ഒഴിഞ്ഞുമാറ്റവും മലക്കം മറിച്ചിലുമെല്ലാം ഈ ഡോഗ് ഫൈറ്റിൻ്റെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡോഗ് ഫൈറ്റിംഗ് ശേഷിയുള്ള വിമാനമാണ് സുഖോയ് 30 MKI. ഈ വിമാനത്തിന് ചില പോരായ്മകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ വിമാനത്തിൻ്റെ സൈസാണ്. ഇപ്പോൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റാഫേൽ വിമാനത്തിൻ്റെ ഇരട്ടിയോളം വലിപ്പമുണ്ട് ഈ വിമാനത്തിന്. വലിപ്പം കൂടുമ്പോൾ ശത്രുവിൻ്റെ റഡാറിൽ ഈ വിമാനം ഡിറ്റക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടും. പിന്നെ ഇതിലെ റഡാർ സംവിധാനവും ചില ആയുധങ്ങളും പഴക്കം ചെന്നതാണ്. കാരണം 1996 മുതലാണ് ഇന്ത്യ സുഖോയ് 30 വാങ്ങാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഈ വിമാനം വാങ്ങിയ ശേഷം ഇസ്രായേലിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ വാങ്ങിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഇലക്ട്രോണിക് ഘടകങ്ങളും ഏവിയോണിക്സുമൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള അപ്ഗ്രേഡേഷൻ ആവശ്യമാണ്. ആ അപ്ഗ്രേഡേഷനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അടുത്ത ഒരു 30 വർഷത്തെ ആവശ്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സുഖോയ് വിമാനങ്ങളെ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നത്. സൂപ്പർ സുഖോയ് എന്നാണ് ഇവ അറിയപ്പെടാൻ പോകുന്നത്. ആ അപ്ഗ്രേഡേഷനുകളിൽ ഒന്നാണ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്ന EWS. ഇത് ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് ഉപയോഗിച്ച് ശത്രു വിമാനത്തെയും റഡാറുകളെയും മറ്റു തന്ത്രപ്രധാന ഇൻസ്റ്റാളേഷൻസിനെയും ഡിറ്റക്ട് ചെയ്ത് അപ്പോൾ കിട്ടുന്ന ഡേറ്റകളെ അനലൈസ് ചെയ്ത് വേണ്ട കൗണ്ടർ മെഷേഴ്സ് സ്വീകരിക്കുന്നതിന് സഹായിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ശത്രു മിസൈലുകളിൽ നിന്നും മറ്റ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള കേപ്പബിലിറ്റിയാണ്. അതായത് പുതിയ ജനറേഷൻ റഡാറുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നുമൊക്കെയുള്ള പ്രൊട്ടക്ഷൻ. ഇതിനായി ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റത്തിൽ നിന്നും ശത്രു റഡാറുകളെയും മറ്റും ഡിസ്റ്റർബ് ചെയ്യുന്നതും കബളിപ്പിക്കുന്നതുമായ സിഗ്നൽസ് പുറത്തേക്ക് വിടും. റഡാറുകൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ പുറപ്പെടുവിക്കുകയും ആകാശത്തുള്ള വിമാനങ്ങളിലും മറ്റും തട്ടി തിരികെ വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ അനലൈസ് ചെയ്തുമാണല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് റഡാറുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള വേവ്സ് EWS പുറത്തുവിടും. അതുപോലെ റഡാറുകളുടെയും മിസൈലുകളുടെയും ഒക്കെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ജാം ചെയ്ത് താൽക്കാലികമായി പ്രവർത്തനരഹിതമാക്കുന്നു. അടുത്തേക്ക് വരുന്ന മിസൈലുകളെയും നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന റഡാറുകളെയും ഒക്കെ പറ്റിയുള്ള വാണിംഗ് നൽകുന്നതും EWSൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ നിർമ്മിത EWS ആണ്. അത് മാറ്റി നെക്സ്റ്റ് ജനറേഷൻ സംയുക്ത EWS വരുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം വന്നു കഴിയുമ്പോൾ ശത്രുക്കളുടെ പുതിയ ജനറേഷൻ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും നിർവീര്യമാക്കാനുള്ള കഴിവ് സുഖോയ് 30 MKIക്ക് കിട്ടും. മറ്റൊന്ന് പുതിയ ആക്റ്റീവ് ഇലക്ട്രിക്കലി സ്കാൻഡ് അറേ റഡാർ, അതായത് AESA റഡാർ. അതാണ് ഇൻഡിജിനസായി നിർമ്മിച്ച വിരൂപാക്ഷ റഡാർ. ഇപ്പോഴത്തെ റഡാറുകളേക്കാൾ 1.5 മടങ്ങിന് മുകളിൽ ഡിറ്റക്ഷൻ റേഞ്ച് കൂടും. അടുത്തത് രുദ്ര M2 എയർ ടു സർഫസ് മിസൈൽ. ഇത് ഒരു ആൻറ്റി റേഡിയേഷൻ മിസൈലാണ്. സൂപ്പർസോണിക്കുമാണ്. ശത്രു റഡാറുകളിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിൽ നിന്നും വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്തിട്ട് സ്ഥാനം കണ്ടെത്തി അതിൽ തന്നെ
കൃത്യമായി ഹിറ്റ് ചെയ്യുന്നത്. സൂപ്പർസോണിക് വേഗതയും ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള മെനൂവറിങ്ങും കൂടെ ആകുമ്പോൾ ഈ മിസൈലിനെ തടയുക അസാധ്യമാണ്. കൂടാതെ ശത്രുരാജ്യത്തിൻ്റെ അതിർത്തി കടക്കാതെ തന്നെ ശത്രുരാജ്യത്തിൻ്റെ ഉള്ളിൽ ഹിറ്റ് ചെയ്യാൻ ശേഷിയുള്ള റോക്സ് എന്ന ഇസ്രായേലി നിർമ്മിത മിസൈൽ സിസ്റ്റവും വരുന്നുണ്ട്. ഈ മിസൈൽ ഇറാൻ്റെ S-300 എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തകർക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിന് ഉപയോഗിച്ച സ്പൈസ് സീരീസ് പ്രിസിഷൻ ബോംബുകളുടെ പുതിയ തലമുറയും വരുന്നുണ്ട്. ഈ അപ്ഗ്രേഡേഷൻസ് എല്ലാം കഴിയുമ്പോഴാണ് സുഖോയ് സൂപ്പർ സുഖോയ് ആയി മാറുന്നത്. 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ നിന്നും ഒരു കുറവ് മാത്രമേ സൂപ്പർ സുഖോയ്ക്ക് ഉണ്ടാവുകയുള്ളൂ: സ്റ്റെൽത്ത് ടെക്നോളജി. അതിനായി സുഖോയിയുടെ ഷേപ്പിൽ മാറ്റം വരുത്തേണ്ടി വരും. അതിനായി സ്ട്രക്ചറൽ ചേഞ്ച് വരുത്തിയാൽ ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. 15 വർഷത്തോളമെടുക്കും സുഖോയ് വിമാനങ്ങളിൽ ഈ അപ്ഗ്രേഡേഷൻ പൂർത്തിയാവാൻ. അപ്പോഴേക്കും നമ്മുടെ സ്വന്തം 5th ജനറേഷൻ ആംകാർ റെഡിയാകും. അതിനായി വികസിപ്പിക്കുന്ന ടെക്നോളജിയും സുഖോയിൽ ഉപയോഗിക്കാൻ കഴിയും. സുഖോയ് വലിയ വിമാനം ആയതുകൊണ്ടും സ്റ്റെൽത്ത് ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടും പുതിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്ഗ്രേഡേഷൻ കഴിഞ്ഞാൽ സുഖോയിയുടെ ലൈഫ് സ്പാൻ 30 വർഷം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അപ്പോഴേക്കും നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ച വിമാനങ്ങൾ സുഖോയ്ക്ക് പകരമായി എത്തും. അങ്ങനെ നമ്മൾ സ്വന്തമായി വികസിപ്പിച്ച വിമാനങ്ങൾ എത്തുന്നത് വരേക്കും പഴയ വിമാനങ്ങളൊക്കെ ഇതുപോലെ അപ്ഗ്രേഡ് തന്നെ ചെയ്ത് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും.